ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു സങ്കടമുള്ള ദിവസമാണ്. വേറൊന്നുമല്ല, ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് മരുന്നവർക്ക് വരികയാണ്. മക്കൾക്ക് രണ്ടാക്കും ഭയങ്കര വിഷമമായിരുന്നു. സിയമോൾ രാവിലെ തുടങ്ങിയതാണ് കാര്യം. പിന്നെ ഓരോന്നൊക്കെ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് സെറ്റായിരുന്നു. പിന്നെ ഇസമോൾ പിന്നെ ഒരു സ്ഥലത്ത് എന്നെ അമ്മനെ വിടുന്നില്ല. ആര് പോകുന്നു, ആരെ ബൈക്കിലേ ഇങ്ങനെ പോകുന്നു, അവർക്ക് തോന്നിപ്പോ പോകുക എന്നുള്ളത് ഭയങ്കര കരച്ചിലായിരുന്നു ഇസമോൾ. അപ്പോൾ കരുതി എന്നാൽ പിന്നെ താമരശ്ശേരി വരെ അവളെയും കൂട്ടാന്ന്. എന്തായാലും സച്ചിനോട് ഞങ്ങൾ ഇറക്കി തരാൻ വരുന്നുണ്ട്. ഇവരെ രണ്ടാളെ സങ്കടപ്പാട് കാണുമ്പോൾ എനിക്കടെ കുട്ടിക്കാലാണ് ഓർമ്മ പറഞ്ഞത്. കാരണം അമ്മേൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ഫീലിങ്സ്, അത് വേറെ തന്നെ ഒരു ഫീലിങ്സ് ആണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവും. മോളെ അങ്ങോട്ട് വരുന്നോണ്ട് തന്നെ ഏച്ചിയും വന്ന്. കാരണം തിരിച്ചു വരുമ്പോൾ മോളൊറ്റൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ സച്ചിനെ ഡ്രൈവിംഗ് ചെയ്ത് അവളെയും കെയർ ചെയ്ത് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളും പോന്നു. അങ്ങനെ വീടിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് ഒരു പായസക്കടയിലേക്കാണ്, പാലട പായസം. അങ്ങനെ അവിടെ നിർത്തി 2 ഗ്ലാസ് പായസമൊക്കെ വാങ്ങി മക്കളും ഞങ്ങളൊക്കെ കുടിച്ച്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല പായസമായിരുന്നു. സേമോളെ കയ്യിൽ വാച്ച് കണ്ടിട്ട് ഇസമോൾ കരഞ്ഞായിരുന്നേ. അപ്പോൾ അത് വാങ്ങി തരാൻ പറഞ്ഞ് സച്ചിനായിട്ട് ഇസമോളെ എടുത്തു പോയ സമയത്ത് ഞാനും അമ്മയും ബസ്സിലേക്ക് കയറി. ബസ് എടുത്തപ്പോഴാണ് ഇസമോളെ കണ്ടത്. അവളിങ്ങനെ കരയുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ എന്തോ വിഷമായി. പിന്നെ എന്ത് ചെയ്യാൻ, ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടേ. താമരശ്ശേരി നേരെ ഉള്ളേരി കയറി. ഉള്ളേരിയിൽ നിന്ന് പിന്നെ നമ്മൾ സ്വന്തം പ്രിയദർശിനിയിലാണ് കയറിയത്. അതിലാണെങ്കിലും ഒടുക്കത്തെ തിരക്ക്. പിന്നെ മോളെയും കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഒരാൾ എണീച്ച് തന്നിട്ടോ, നല്ലൊരാളായിരുന്നേ. ഏതൊരാൾ കൂട്ടത്തിലും കുറച്ചൊക്കെ നന്മയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ, എല്ലാവരും ദുഷ്ടന്മാരൊന്നല്ല. അങ്ങനെ കുറ്റിയാടി എത്തി ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ പോയി. ബസ്സിൽ ഇങ്ങനെ മാറി മാറി കയറിയിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ കരുതി ഒരു ചായ കുടിച്ച് ഞങ്ങൾ ഒരു ഓട്ടവും കൂട്ടി നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.